അനീഷ്, കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ടോ? ചർച്ചകൾക്ക് ഇനിയൊരു സാധ്യതയുണ്ടോ? ധന്യ, പുലർച്ചെ ഇവർ മല കയറുന്ന സമയത്ത് പോലീസുകാരുടെ എണ്ണം പരിമിതമായിരുന്നു. ഒപ്പം പ്രതിഷേധക്കാരുടെ എണ്ണവും പരിമിതമായിരുന്നു. എന്നാൽ പ്രതിഷേധത്തിൻ്റെ സ്വരം കനത്തതോടെ, ശരണം വിളികളുടെ ശബ്ദം വർദ്ധിച്ചതോടെ, അതിൻ്റെ വ്യാപ്തി വർദ്ധിച്ചതോടുകൂടിയാണ് പോലീസുകാരുടെ എണ്ണവും കൂടിയത്. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു തന്നെയാണ് ലഭിക്കുന്നത്. ഈ ആളുകളെ പിരിച്ചുവിടാനുള്ളൊരു നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. ആദ്യഘട്ടത്തിൽ എന്നാൽ പ്രതിഷേധിച്ച 5 പേരെ സ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിലേക്ക് പോലീസ് നീങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് നീങ്ങുന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിഷേധക്കാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ തോത് വർദ്ധിക്കുമ്പോൾ മുന്നോട്ടുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാണെന്ന് ഇവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷയുള്ളത്. അങ്ങനെ സാധിച്ചാൽ പ്രതിഷേധക്കാർ ശബ്ദം വർദ്ധിക്കുമ്പോൾ ഈ മല കയറാൻ എത്തിയവർ സ്വമേധയാ പിൻവാങ്ങാം എന്നൊരു നിലപാടിലേക്ക് എത്തും എന്ന കണക്കൂട്ടലാണ് ഉള്ളത്. എന്നാൽ നമ്മൾ ഈ 2 പേരുമായും നേരിട്ടും അല്പസമയം മുമ്പും ചർച്ച നടത്തിയിരുന്നു, അല്ലെങ്കിൽ അവരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോഴും അവർ പറഞ്ഞത് തങ്ങൾ ഉറച്ചൊരു തീരുമാനത്തിൽ തന്നെയാണ്. ഈ ഇട്ട മാല എങ്ങനെ ഊരണം എന്ന കാര്യത്തെക്കുറിച്ച് ആചാരം സംരക്ഷിക്കുന്നവരൊരു നിർദ്ദേശം തങ്ങൾക്ക് നൽകണമെന്നാണ്. ഇന്ന് മല കയറാതെ തിരിച്ചു പോയാൽ, തങ്ങളുടെ വീടുകളിലേക്ക് പോയാൽ, നാട്ടുകളിലേക്ക് പോയാൽ അവിടെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും എന്നതിനെക്കുറിച്ചും തങ്ങൾക്ക് കൃത്യമായ ഒരു കണക്കൂട്ടലുണ്ട്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതും വീട്ടിൽ നിൽക്കുന്നതും എല്ലാം തങ്ങൾക്ക് ഒരുപോലെയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ തന്നെ തുടരാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1.5 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു. ഈ സംഘർഷഭരിതമായ നാടകീയമായ അന്തരീക്ഷം പമ്പ ഗണപതി കോവിലിനടുത്ത്, കൺട്രോൾ റൂമിനടുത്ത്, അവിടെ നിന്നും 300 മീറ്റർ ഇപ്പുറത്ത് നീലിമല അടിവാരത്തെ വാട്ടർ ടാങ്കിന് സമീപത്തെ ഈ സംഭവ വികാസങ്ങൾ. എന്തായാലും ഈ ചർച്ചകൾ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തൊന്നും കാര്യമായി നടന്നിട്ടില്ല. പോലീസ് തങ്ങളുടെ നിർദ്ദേശം, അല്ലെങ്കിൽ തങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യം ഈ 2 യുവതികളെയും ഒപ്പം അവരുടെ കൂടെയുള്ളവരെയും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ യാത്രയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാവില്ല. സുരക്ഷ നൽകി മുകളിലേക്ക് കൊണ്ടു ചെല്ലാൻ കഴിയില്ല എന്ന സന്ദേശം തന്നെ അവർ പങ്കുവച്ചിരിക്കുന്നു. കാരണം ശബരിമല സീസണിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു സാഹചര്യമാണ്. നേരത്തെ ഹൈക്കോടതിയുടെ അടക്കമുള്ള ചില പരാമർശങ്ങളും ഇത്തരത്തിൽ ഉണ്ടായിരുന്നു. തിരക്ക് പിടിക്കുന്ന സാഹചര്യത്തിൽ മകരവിളക്ക് സീസണിലെ തിരക്കേറിയ ദിനങ്ങളിൽ വ്യക്തിപരമായ, അല്ലെങ്കിൽ വ്യക്തികൾക്ക് പ്രത്യേകമായി സുരക്ഷ നൽകാനാവില്ലെന്ന ഒരു നിലപാടാണ് അവർ ഹൈക്കോടതി എടുത്തിരുന്നത്. അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൈക്കൊള്ളാൻ കഴിയുക. ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയുമായി ബന്ധപ്പെട്ട് പോലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ ചില പരാമർശങ്ങൾ പോലീസിനെതിരെയും അല്ലെങ്കിൽ സർക്കാരിനെതിരെയെന്ന് പോലും പറയാവുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. ഈ മല കയറിയവർക്ക് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക അജണ്ടകളുണ്ടോ എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പോലും ഉയർന്നിരുന്നു. ഇതിനൊക്കെ കൃത്യമായ മറുപടി ഇന്നലെ പോലീസ് നൽകിയിരുന്നു. പ്രത്യേക അജണ്ടയൊന്നും ഇക്കാര്യത്തിൽ ഉള്ളതായി കരുതുന്നില്ല. സാധുക്കളായ 2 യുവതികളാണ് കയറിയിരുന്നത്. ഈ സന്നിധാനത്തേക്ക് എത്തുന്നവരെ ഭക്തരാണോ അല്ലയോ എന്ന് വേർതിരിച്ചറിയാൻ പോലീസിന് കഴിയില്ല എന്നാണ് സർക്കാർ പറഞ്ഞത്. പുരുഷന്മാരായ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അത്തരത്തിൽ ഭക്തരാണോ അല്ലയോ എന്ന് വേർതിരിച്ചറിയുന്ന പതിവില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്താൻ കഴിയില്ല എന്നും, ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ, അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തില്ല എന്നുമാണ് പോലീസ് അറിയിച്ചിരുന്നത്. ഏതായാലും അതിൻ്റെ ഒരു ചുവട് പിടിച്ച് തന്നെയാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പോലീസ് സ്വന്തം രീതിയിൽ ഒരു താല്പര്യമെടുത്ത്, അല്ലെങ്കിൽ അതീവ താല്പര്യം പ്രകടിപ്പിച്ച് ഈ തിരക്കേറിയ സമയത്ത് ഇവരെ മുകളിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു നീക്കം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. ആവർത്തിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ആളുകളോട് നീലിമലയിൽ യുവതികളെ തടഞ്ഞിരിക്കുകയാണ്. ശബരിമല ദർശനത്തിനെത്തിയ 2 യുവതികളെയാണ് നീലിമലയിൽ തടഞ്ഞിരിക്കുന്നത്. സന്നിധാനത്തേക്ക് കടത്തിവിടില്ല എന്ന നിലപാടിൽ പോലീസുമുണ്ട്. സ്ഥലത്ത് ഇപ്പോഴും പ്രതിഷേധക്കാർ കൂടി വരികയാണ്. ഒരാൾ കണ്ണൂർ സ്വദേശിനി രേഷ്മ നിശാന്താണ്. രേഷ്മ 100 ദിവസത്തിലധികമായി വ്രതമെടുത്ത് ശബരിമലയിൽ വന്നിരിക്കുകയാണ്. ഈ യുവതികൾ പറയുന്നത് പോലെ പ്രവർത്തിക്കാനാകില്ലെന്ന നിലപാടിൽ പോലീസുണ്ട്. പോലീസാണ് ഇപ്പോൾ അവരെ തടഞ്ഞിരിക്കുന്നത്. സുരക്ഷയൊരുക്കി സന്നിധാനത്തെത്തിക്കാനാകില്ല എന്ന നിലപാടിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. സ്ഥലത്ത് പ്രതിഷേധക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നു.
സുരക്ഷ നൽകില്ലെന്ന് പോലീസ് പറയുന്നു. ചർച്ചകൾ നടക്കുന്നു. യുവതികൾ പിന്മാറില്ലെന്ന് പറയുന്നു. തിരിച്ചുപോയാലും ഇതേ അവസ്ഥയായിരിക്കും നാട്ടിൽ ഉണ്ടാവുക. അത് ഇവിടെ നേരിടാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് യുവതികൾ ഇപ്പോഴും നീലിമലയിൽ ഇരിക്കുന്നത്. മുമ്പോട്ട് പോകാനാകാത്ത രീതിയിൽ പ്രതിഷേധക്കാർ വളഞ്ഞിരിക്കുന്നു. ഒരു ഭാഗത്ത് പോലീസുകാരും മറുഭാഗത്ത് പ്രതിഷേധക്കാരും ഇപ്പോഴുമുണ്ട്. വന്നിരിക്കുന്ന സംഘത്തെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. തിരിച്ചു പോകില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് യുവതികൾ. സുരക്ഷയൊരുക്കി സന്നിധാനത്തെത്തിക്കാനാകില്ല എന്ന രീതിയിൽ പോലീസും സംസാരിക്കുന്നു. കടത്തിവിടില്ലെന്ന് പ്രതിഷേധക്കാരും പറയുന്നു. എന്നാൽ RSSന് വഴങ്ങില്ല എന്ന തീരുമാനത്തിൽ യുവതികൾ എത്തിനിൽക്കുന്നു. നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടതുകൊണ്ട് തന്നെ ഇവിടെയും RSSന് വഴങ്ങാനാകില്ല എന്നാണ് ശബരിമലയിലേക്ക് പോകാനെത്തിയിരിക്കുന്ന രേഷ്മ മാധ്യമങ്ങളോട് പറഞ്ഞത്. 100 ദിവസമായി രേഷ്മ വ്രതത്തിലാണ്, ഈശ്വരവിശ്വാസിയാണ് എന്ന് രേഷ്മ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത്രയും ദിവസം വ്രതമെടുത്ത് ശബരിമലയിൽ സന്നിധാനത്ത് എത്താൻ വേണ്ടിയാണ് വന്നത്. തിരിച്ചു മടങ്ങുന്നത് സന്നിധാനത്ത് പോയതിനു ശേഷമായിരിക്കുമെന്നും ഉറച്ച് പറഞ്ഞുകൊണ്ട് രേഷ്മയും കൂടെയുള്ള സ്ത്രീയും ഇപ്പോഴും നീലിമലയിൽ ഇരിക്കുകയാണ്. ദർശനത്തിനെത്തിയത് വ്രതം നോറ്റ് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും പ്രതിഷേധക്കാർ മറുഭാഗത്ത് വലിയ പ്രതിഷേധമുയർത്തി കൂടിക്കൊണ്ടിരിക്കുന്നു. അനീഷ വീണ്ടും ചേരുന്നു. അനീഷ, പിന്മാറില്ല എന്ന് തന്നെയാണോ സ്ത്രീകൾ പറയുന്നത്? പോലീസ് നിലവിൽ ഏത് രീതിയിലാണ്? ചർച്ചകൾ നടക്കുന്നുണ്ടോ? പ്രതിഷേധക്കാരുടെ എണ്ണം കൂടുന്നുണ്ടോ? അദ്ദേഹം ഇപ്പോൾ ഈ യുവതികളോടൊപ്പം വെച്ച യുവാക്കൾ ഒരാളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവുമായി ഇപ്പോൾ ഇന്ത്യയിൽ അല്പം മാറി ചർച്ചകൾ നടത്തുന്നു എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പോലീസിന്റെ നിലപാട്, അന്തിമ നിലപാട് ഇക്കാര്യത്തിൽ പോലീസ് ഇവിടെ യുവതികളോട് ഒപ്പുപറ്റിയ യുവാക്കളെ അറിയിക്കും എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. മുന്നോട്ട് പോക്ക് ദുഷ്കരമാണ്. മുന്നോട്ട് പോയാൽ ഓരോ നിമിഷവും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരാൻ സാഹചര്യമുണ്ട് എന്ന നിലവിലെ സ്ഥിതിഗതി ഇവർ അറിയിക്കും. ഇതിന് ശേഷമാവും ഇവരോട് വീണ്ടും പിന്നോട്ട് പോകാൻ ആവശ്യപ്പെടും എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഒരു വശത്ത് ഈ 2 യുവതികളും നീതിവർത്തിക്കുമ്പോൾ മറുവശത്ത് പ്രതിഷേധക്കാർ ഉണ്ട്. ശേഷമാണ് അതായത് ഇവിടെ RSSകാർ പറയുന്നതാണ് ഇവിടെ നിയമം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, അത് ഭരിക്കുന്ന ഞങ്ങൾ വളരെ വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട്. അത് പറയട്ടെ, അതായത് ഇവിടെ കോടതി വിധിക്കാണോ RSSകാർക്കാണോ ഇവിടെ കൂടുതൽ അധികാരം എന്ന് അവർ പറയട്ടെ. അതെ, KSRTCയിൽ തന്നെയാണ് വന്നത്. പോലീസിനെ അറിയിച്ചിട്ട് തന്നെയാണ് വന്നത്. സുരക്ഷ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ നിർത്തിക്കുന്നവരെയാണ് സുരക്ഷയെങ്കിൽ ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ഒരു 10 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ പിടിച്ചു മാറ്റാൻ പറ്റാതെ ഞങ്ങളെ ഒരു ലോക്ക് ചെയ്ത് അതിന്റെ ആവശ്യം എന്താ? അവരെ പിടിച്ചു മാറ്റല്ലേ വേണ്ടത്. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പോലീസ് ഞങ്ങൾ അന്യായമായി ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങളുടെ ന്യായത്തിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് അതുകൂടി അവർ പറഞ്ഞു തരട്ടെ. ഭക്തർക്ക് ഒരു പ്രശ്നമില്ല. ഇവിടെ RSSകാരാണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. എനിക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാല അഴിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആചാരം സംരക്ഷിക്കുന്ന ആൾക്കാർ മാല അഴിക്കേണ്ട ആചാരം എന്താണ് എന്നുള്ളത് എനിക്കൊന്ന് വ്യക്തമാക്കി തരണം. അവർ പറയുന്ന ആചാരത്തിന് ഞാൻ തയ്യാറാണ്. വിശ്വാസം ഇവർ അളക്കുന്ന ബാരോമീറ്റർ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഞാൻ വിചാരിക്കുന്നില്ല.
വിശ്വാസികളെ തടയില്ല എന്ന് പറഞ്ഞിട്ട് പ്രവർത്തകരെ ഇറക്കിയിട്ട് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് കലാപത്തിന് മുതൽക്കൂട്ടാവുമെന്നല്ല. പക്ഷെ ഞങ്ങളുടെ ദൈവത്തിനെ കണ്ടിട്ടേ മടങ്ങാൻ ഞങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ. അതാരെന്ത് പറഞ്ഞാലും ഈ കൊല്ലാനാണ് അവരുടെ തീരുമാനമെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ. വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടിയല്ലേ. ഇത്രയും പരിപാവനമായിട്ടുള്ള ഒരു സന്നിധിയിൽ, ഞങ്ങളുടെ ഈശ്വര സന്നിധിയിൽ ചോര വീഴ്ത്തിയിട്ടാണ് അവരവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ിൽ നിന്ന് ഞങ്ങൾ സാധാരണ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടം വരെ വന്നത്. ഒരാളും സഹായിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്വന്തം നിലയ്ക്ക് ഇതേപോലെ കറുപ്പണിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. നിലയ്ക്കലിൽ നിന്ന് ഞങ്ങൾ ഇവരുടെ KSRTC ബസ്സിലാണ്, ഗവൺമെന്റ് KSRTC ബസ്സിലാണ് ഞങ്ങൾ വന്നത്. അവിടെ ഒന്നും ഞങ്ങൾ ആരും തടയുകയോ പ്രതിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതേപോലാണ് ഞങ്ങൾ വന്നത്. വെല്ലുവിളി ഒരിക്കലും പോലീസല്ല, ഞങ്ങളെ തടയുന്ന ആൾക്കാർ തന്നെയാണ് വെല്ലുവിളി. പക്ഷെ അവരെ മാറ്റിയിട്ട് ഞങ്ങളെ കയറ്റാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത്, ഞാൻ എൻ്റെ ഈശ്വരനിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പോലീസിലോ അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളെ തടയുന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ സർക്കാരിലോ അതിലുപരി ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ഈ 103 ദിവസത്തോളം ഒരു തടസ്സവും ഇല്ലാതെ എന്നെ വ്രതം തുടരാൻ വേണ്ടി സമ്മതിച്ച എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മാലയിട്ട് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ കൊലവിളികളാണ്. കൊല്ലും, വെട്ടിക്കീറും, ചവിട്ടി കൊല്ലും എന്നൊക്കെ ഒരുപാട് അതൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ 1001 പ്രതിഷേധം ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയും അത് കാണിച്ചിട്ട് പേടിപ്പിച്ച് തിരിച്ചയക്കാനാണെങ്കിൽ ഞാൻ തിരിച്ചു പോകാൻ എന്തായാലും ഞാൻ തയ്യാറല്ല. അതായത് ഇവിടെ RSSകാർ പറയുന്നതാണ്. യുവതികളെ തടഞ്ഞിരിക്കുന്നു. അനീഷ, നിലവിലെ അവസ്ഥ എന്താണ്? പ്രതിഷേധക്കാർ കൂടുകയാണോ? ധന്യ, ഇപ്പോഴും പ്രതിഷേധക്കാർ ഒരു വശത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് ശരണം വിളികളും സ്ത്രീകൾക്കും പോലീസിനുമെതിരായ ഗോ ബാക്ക് വിളിച്ചും അവരുടെ ഭാഗത്ത് നിന്ന് മറ്റു പ്രകോപനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയവരും മുകളിലേക്ക് പോകുന്ന ചില ആളുകളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരം. ഈ നീരിമല വാട്ടർ ടാങ്കിന് പമ്പ കവാടത്തിൽ നിന്നും ഈ വനിതകളെ, യുവതികളെ പ്രതിഷേധക്കാർ തടഞ്ഞത്. ആദ്യഘട്ടത്തിൽ പ്രതിഷേധക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. 5 പേരെ ഇവിടെ നിന്നും സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം എന്നാൽ പോലീസ് പിന്നീട് ഇവരുടെ മുന്നോട്ടുള്ള പ്രയാണം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് നീങ്ങുകയായിരുന്നു. കാരണം ഇവർക്ക് സുരക്ഷ നൽകി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. മുമ്പ് പലഘട്ടത്തിലും ഇതുപോലെ പ്രതിഷേധങ്ങൾ വരുന്ന സാഹചര്യത്തിൽ പ്രതിഷേധക്കാരെ വകഞ്ഞു മാറ്റിയ ശേഷം മുന്നോട്ട് വനിതകളുമായി പോകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ആ ശ്രമങ്ങളൊന്നും പോലും അത്തരത്തിൽ കൊണ്ടുപോയ ഒരാളെ പോലും ദർശനം നടത്തിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നുമില്ല. അത്തരമൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ മകരവിളക്ക് സമയത്ത് ഏറ്റവും അധികം തിരക്ക് കഴിഞ്ഞ ഒരു സമയത്ത് ഇപ്പോഴും നൂറുകണക്കിന് തീർത്ഥാടകർ ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രത്യേകം 2 പേർക്ക് മാത്രമായി സുരക്ഷ നൽകി കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലേക്ക് പോലീസ് എത്തിക്കുകയായിരുന്നു. ഇനി നീലിമല അടിവാരം താണ്ടിയാലും അപ്പാച്ചിമേടും മരക്കൂട്ടവും എല്ലാം കഴിഞ്ഞു വേണം വീണ്ടും സന്നിധാനത്തെത്താൻ. എന്നാൽ സന്നിധാനത്തെത്തിയാൽ നടക്കുന്ന ഇടങ്ങളിൽ തിരുമുറ്റത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയരുമെന്ന ഒരു കണക്കുകൂട്ടലും പോലീസിനുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് സുരക്ഷ നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഇവർ വ്യക്തമാക്കിയത്. എന്നാൽ തങ്ങൾക്ക് ശബരിമലയിലേക്ക് പോകണം എന്ന ആവശ്യത്തിൽ തന്നെ ഇവർ ചിന്തിക്കുന്നു. 2 ദിവസമായി 4 ഈ വീടുകൾ പറയുന്നത് നിർദ്ദേശമാണ് പോലീസ് നൽകിയത്. ഇതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രതിഷേധക്കാരുമായി അല്ലെങ്കിൽ പ്രതിഷേധക്കാർ ഒരു വശത്ത് പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ യുവതികളോടൊപ്പം എത്തിയ യുവാവുമായി പോലീസ് ചർച്ച നടത്തുന്നു. സംഭവത്തിന് ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ 2ാം ചുമതലക്കാരനായ ശ്രീ ജിജിമോൻ ഇപ്പോൾ ഈ സമരം യുവതികളിൽ ഒരാളാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യപ്പെടുന്നത് Ayyappa
അനിഷ് ചേരുന്നു നീലിമലയിൽ നിന്ന്. അനിഷ, നിലവിൽ എന്താണ്? സ്ത്രീകളുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ? യുവതികൾ പിന്മാറാൻ തയ്യാറാണോ? പ്രതിഷേധക്കാർ കൂടുന്നുണ്ടോ? കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? നിലവിൽ സ്ഥിതിഗതികൾക്ക് മാറ്റമൊന്നുമില്ലാതെ തന്നെ തുടരുകയാണ്. ഒരു വശത്ത് പ്രതിഷേധക്കാർ നിൽക്കുന്നു, മറുവശത്ത് ഈ യുവതികളും അവരോടൊപ്പം എത്തിയ 2 യുവാക്കളും നിൽക്കുന്നു. ഇവരിൽ ഒരു യുവാവുമായി പമ്പയുടെ സുരക്ഷാ ചുമതലയുള്ള ഡിവൈഎസ്പി ജിജിമോൻ ചില ചർച്ചകൾ നടത്തുന്നു. ഈ ചർച്ചയിലും പിന്മാറണം എന്ന ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം പ്രതിഷേധക്കാരെ അകറ്റി മാറ്റി ഇവിടെ നിന്നും മുന്നോട്ട് പോയാലും ഒരുപക്ഷെ മരക്കൂട്ടത്തോ സന്നിധാനത്തൊക്കെ ഇതിനും വലിയ ഒരു പ്രതിഷേധം ഉയരാൻ സാധ്യതയുണ്ട്. കാരണം ശബരിമലയിൽ ഏറ്റവും തിരക്കേറിയ ഒരു ഘട്ടത്തിലൂടെയാണ് തീർത്ഥാടനം കടന്നുപോകുന്നത്. മകരവിളക്ക് സീസൺ കഴിഞ്ഞ ശേഷമാണ് സാധാരണ രീതിയിൽ മലയാളികൾ കൂടുതലായി അയ്യപ്പ ദർശനത്തിനായി എത്തുന്ന ഒരു സമയം. ഇത്തരത്തിൽ പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ വലിയൊരു പ്രവാഹം തന്നെ സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ അനുഭവപ്പെട്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രത്യേക സുരക്ഷ നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് പോലീസ് മുന്നോട്ട് വെച്ചത്. നേരത്തെ പലവട്ടം ഇത്തരത്തിൽ സുരക്ഷ നൽകി യുവതികളെ ദർശനത്തിനായി കൊണ്ടുപോകുന്ന നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഈ നീക്കങ്ങളൊക്കെ പരാജയപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. പ്രതിഷേധക്കാർ അറിയാതെ, മറ്റുള്ളവർ അറിയാതെ രഹസ്യമായി സന്നിധാനത്തേക്ക് പോയവർക്ക് മാത്രമാണ് ഇതുവരെ സന്ദർശനം നടത്താൻ കഴിഞ്ഞത് എന്ന കാര്യവും പോലീസ് ചൂണ്ടിക്കാട്ടി. എന്നാൽ പിന്മാറാൻ തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടിൽ ഇപ്പോഴും 2 യുവതികളും ഉറച്ചു നിൽക്കുകയാണ്. 100 ദിവസത്തിലധികമായി തങ്ങൾ നോമ്പ് നോറ്റ് മാലയിട്ട് അയ്യപ്പനെ ദർശിക്കാൻ കാത്തിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ മാല ഊരണമെങ്കിൽ എന്ത് തരത്തിലുള്ള ആചാരമാണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്നാണ് ഇരുവരും ചോദിക്കുന്നത്. ഒപ്പം മാലയിട്ട നാൾ മുതൽ തങ്ങൾക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന്, പ്രത്യേകിച്ചും ചില സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. ജീവിതം തന്നെ മുന്നോട്ട് പോകാത്ത രീതിയിലേക്ക്, ജീവിതം ദുഷ്കരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്നിവിടെ നിന്നും സന്നിധാനത്ത് ദർശനം നടത്താതെ മടങ്ങി വീടുകളിലേക്ക് പോയാലും നാട്ടിലേക്ക് പോയാലും സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് എന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. മുമ്പ് സന്നിധാനത്തേക്ക് ദർശനത്തിനെത്തിയ പല യുവതികൾക്കും നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ കുറിച്ച്, അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി, ജോലി പോലും നഷ്ടമാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനെ കുറിച്ച് ഒക്കെ അവർ ബോധമുള്ളവരാണ്. അതുകൊണ്ട് മടങ്ങുന്നതും ഈ ദർശനം ഉപേക്ഷിക്കുന്നതും എല്ലാം പല ഘട്ടത്തിൽ നോക്കുമ്പോഴും തങ്ങൾക്ക് ദർശനം നടത്തണം എന്ന ഒരു ആവശ്യം മാത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം ഞങ്ങൾ ഒരു ആക്ടിവിസ്റ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായി ആചാര ലംഘനം നടത്തണമെന്ന ബോധ്യത്തോടുകൂടി ശബരിമല സന്നിധാനത്തേക്ക് പോകാൻ ഒരുങ്ങുന്നവരല്ല എന്നാണ് ഇവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. തങ്ങൾക്ക് അയ്യപ്പനെ ദർശിക്കണം എന്ന ഒരു ആവശ്യം മാത്രമാണ് ഉള്ളത്. ഇത്തരത്തിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് മാലയിട്ട് നോമ്പെടുത്ത് ശബരിമല ദർശനത്തിന് ഒരുങ്ങിയത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു പിന്മാറ്റം അസാധ്യമാണ് എന്ന വിചാരം തന്നെയാണ് ഇരുവരും ഏറ്റവും കൂടുതൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എങ്ങനെ രമ്യമായി ഈ പ്രശ്നം പരിഹരിക്കാം എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഒരു വശത്ത് പ്രതിഷേധക്കാർ നിൽക്കുന്നു, മറുവശത്ത് ശബരിമല ദർശനം വേണമെന്ന നിലപാടിൽ ഉറച്ച് യുവതികളും നിൽക്കുന്നു. ഈ യുവതികളെ മുകളിലേക്ക് കടത്തിവിട്ടാൽ കൂടുതൽ സംഘർഷപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും എന്ന ഒരു ഉറച്ച ബോധ്യം പോലീസിനുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയിൽ കേസ് പരിഗണിച്ച അപ്പോഴൊക്കെ പോലും ഇത്തരത്തിൽ യുവതികളെ എങ്ങനെ കൊണ്ടുപോകുന്നു, എന്തെങ്കിലും ഈ വരുന്ന യുവതികൾക്ക് അജണ്ടയുണ്ടോ എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോലും ഹൈക്കോടതി അടക്കം എത്തിയിരുന്നു. ഇത്തരത്തിൽ പ്രത്യേക സുരക്ഷ നൽകി മകരവിളക്ക് പോലുള്ള സമയങ്ങളിൽ യുവതികളെ കൊണ്ടുപോകേണ്ടതില്ല എന്ന് ശബരിമല നിരീക്ഷണ സമിതിയുടെ റിപ്പോർട്ടും നേരത്തെ ഹൈക്കോടതിക്ക് കൈമാറിയിരുന്നു. ഇത്തരത്തിൽ പ്രത്യേക സുരക്ഷ നൽകി 1-2 തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് തീർത്ഥാടനത്തെ മൊത്തത്തിൽ ബാധിക്കുന്നുവെന്നും ട്രാഫിക് തിരക്ക് പോലുള്ള കാര്യങ്ങളിലേക്ക് പോലും നീങ്ങുന്നു എന്നുമുള്ള കടുത്ത പരാമർശങ്ങൾ തന്നെ ശബരിമല നിരീക്ഷണ സമിതിയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പരിഗണിക്കുമ്പോൾ പോലീസിന് പ്രത്യേകിച്ചൊരു താല്പര്യമെടുത്ത് ഇവരെ മുകളിലേക്ക് കൊണ്ടുപോകേണ്ട, ശബരിമല സന്ദർശനം നടത്തിക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിലൊരു നിലപാടിലേക്ക് തന്നെയാണ് ഇവർ നീങ്ങിയിരിക്കുന്നതും. ഏറ്റവും ഒടുവിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയപ്പോഴും ഈ യുവതികളോടൊപ്പമുള്ള ആളുകളോട് പിന്മാറണം എന്ന സന്ദേശം തന്നെയാണ് അവർ പങ്കുവച്ചത്. വനിതാ പോലീസ് ഓഫീസർമാർ ഈ യുവതികളോട് നേരിട്ടും പിന്മാറണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പുകൾക്കും അവർ തയ്യാറായിട്ടില്ല. ഒരു വശത്ത് പ്രതിഷേധക്കാരുടെ ശബ്ദം കണക്കുന്നു, ആളുകളുടെ എണ്ണം കൂടി വരുന്നു, പ്രതിഷേധത്തിന്റെ സ്വരം മാറുന്നു, ശരണവിളികൾ ഉയർന്നു വരുന്നു. നമുക്കറിയാം, നേരത്തെ മനീതി സംഘം തമിഴ്നാട്ടിൽ നിന്നും ശബരിമല എത്തിയപ്പോഴും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ആ കാര്യങ്ങൾ നീങ്ങിയത്. അവർക്ക് പക്ഷേ പമ്പയിലെ
കോർപ്പറേറ്റ് ഡിറ്റക്ടർ വെച്ച് സുരക്ഷാ പരിശോധനകൾ നടത്തുന്ന ആ സ്ഥലം വരെ മാത്രം എത്താനാണ് സാധിച്ചത്. തുടർന്ന് യാത്ര മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ അവിടെ തന്നെ കുത്തിയിരിക്കുകയായിരുന്നു. മണിക്കൂറുകളോളമാണ് അവരുടെ കുത്തിയിരിപ്പ് പ്രതിഷേധം നേരിടുന്നത്. അതിന്റെ മറുവശത്ത് തന്നെ പ്രതിഷേധക്കാർ കുത്തിയിരിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഈ പ്രതിഷേധത്തോടെ പോലീസ് ആക്ഷൻ ചെയ്ത് നീക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു കൂട്ടം വലിയ പ്രക്ഷോഭം അല്ലെങ്കിൽ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയായിരുന്നു. പോലീസിനെതിരെയും ഈ അനീതികൾക്കെതിരെയും തിരികുകയും അനീതികൾക്ക് പമ്പയിൽ നിന്നും ഓടി രക്ഷപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഇത്തരത്തിലുള്ള മുൻ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ സമയവും പരാജയപ്പെട്ട അനുഭവം പോലീസിനുണ്ട്. ആദ്യഘട്ടത്തിൽ ചിത്രമാറ്റ വിശേഷത്തിൽ തുടങ്ങി തുലാമാസ പൂജയിൽ തുടങ്ങിയ പരാജയപ്പെടലാണ് ഓരോ യുവതികളുമായി സന്നിധാനത്തേക്ക് പോകുമ്പോഴും. എന്നാൽ ആ സാഹചര്യങ്ങൾക്കെല്ലാം വിപുലമായി ഇപ്പോൾ സന്നിധാനത്തെ കൂടുതൽ കരുത്തനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇവരെ സുരക്ഷ നൽകി സന്നിധാനത്ത് ദർശനം നടത്തിയ ശേഷം തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഇവർക്കില്ല. രണ്ടുപേരും ഏതാണ്ട് 100 ദിവസത്തിലധികമായി നോമ്പ് നോക്കിയവരാണെന്ന് ഇവർ തന്നെ അവകാശപ്പെടുന്നു. ഇതിൽ രേഷ്മ നിശാന്ത് കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യം ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി ഉണ്ടായതിന് തൊട്ടു പിന്നാലെ മാലയിട്ട് വീട്ടിൽ നോമ്പെടുത്ത് ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നയാളാണ്. രേഷ്മയുടെ വീടിന് നേരെ ആക്രമണമുണ്ടായി. സാമൂഹികപരമായ പോലും പല തരത്തിലുള്ള ഭീഷണികളും രേഷ്മയ്ക്ക് എതിരെ വരുന്നു. ഷാനികയുടെ കാര്യവും സമാനമായി തന്നെ കണ്ണൂർ സ്വദേശിയാണ്. അവർക്കെതിരെയും ഇത്തരത്തിലുള്ള വ്യക്തമായ പ്രതിഷേധങ്ങൾ പ്രതികരണങ്ങൾ സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം അവഗണിച്ചാണ് ഇവർ അവസാന ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. കാരണം ശബരിമലയ്ക്ക് നടത്തിയതിനു ശേഷം ശബരിമല അടയ്ക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പറഞ്ഞാൽ 3 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. 4ാം ദിനം പാലക്കാരുടെ റോഡുകൾക്ക് മാത്രമാണ് അയ്യപ്പനെ ദർശിക്കാൻ അവകാശമുള്ളത്. അവർക്ക് മാത്രമാണ് വഴിപാടുകൾ നടത്താൻ അവകാശമുള്ളത്. അതിനുശേഷം കൃത്യമായി ചേർത്ത് ആത്മ കൈമാറി തന്ത്രിയൊക്കെ പടിയാക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ 3 ദിവസം മാത്രമാണ് ഇത് കൃത്യമായി ഇത് വസ്ത്രത്തിൽ ദർശിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ വേഗം തന്നെ ശബരിമലയായി വന്നുവെന്ന് അവർ പറയുന്നു. നമുക്കറിയാം ശബരിമല കേസിന്റെ അവലോകന അറിയിച്ച് പുനഃപരിശോധന അറിയിച്ച് സുപ്രീം കോടതിയുടെ പരിഗണിക്കാണ്. ഒരുപക്ഷേ ഇനി അത്തരം കേസുകളിലെങ്കിലും അനുകൂലമായ നിലപാട് പ്രതിഷേധക്കാർക്ക് ലഭിക്കുകയാണെങ്കിൽ ഏത് പ്രദേശം വീണ്ടും ലഭിക്കുന്നതിലേക്ക് കാര്യം കഴിയുമെന്ന് ഉയർത്തുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കാര്യങ്ങൾ നീക്കിയത്. എന്തായാലും ചർച്ച നടത്തുന്നതാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇവർ ഇപ്പോഴും പിന്മാറാൻ തയ്യാറുള്ള വികാരം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അറസ്റ്റെടുക്കുന്നത് നടപടിക്രമങ്ങളിലേക്ക് എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെ. അതായത് ഇവിടെ RSSകാർ പറയുന്നതാണ് ഇവിടെ നിയമം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, അത് ഭരിക്കുന്ന ഞങ്ങൾ വളരെ വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട്. അത് പറയട്ടെ, അതായത് ഇവിടെ കോടതി വിധിക്കാണോ RSSകാർക്കാണോ ഇവിടെ കൂടുതൽ അധികാരം എന്ന് അവർ പറയട്ടെ. അതെ KSRTCയിൽ തന്നെയാണ് വന്നത്. പോലീസിനെ അറിയിച്ചിട്ട് തന്നെയാണ് വന്നത്. സുരക്ഷ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ നിർത്തിക്കുന്നവരെയാണ് സുരക്ഷയെങ്കിൽ ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ഒരു 10 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ പിടിച്ചു മാറ്റാൻ പറ്റാതെ ഞങ്ങളെ ഒരു ലോക്ക് ചെയ്യുക ചെയ്ത്. അതിന്റെ ആവശ്യം എന്താ? അവരെ പിടിച്ചു മാറ്റല്ലേ വേണ്ടത്. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഞങ്ങൾ അന്യായമായി ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങളുടെ ന്യായത്തിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് അതുകൂടി അവർ പറഞ്ഞു തരട്ടെ. ഭക്തർക്ക് ഒരു പ്രശ്നമില്ല. ഇവിടെ RSSകാരാണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. എനിക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാല അഴിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആചാരം സംരക്ഷിക്കുന്ന ആൾക്കാർ മാല അഴിക്കേണ്ട ആചാരം എന്താണ് എന്നുള്ളത് എനിക്കൊന്ന് വ്യക്തമാക്കി തരണം. അവർ പറയുന്ന ആചാരത്തിന് ഞാൻ തയ്യാറാണ്. വിശ്വാസം ഇവർ അളക്കുന്ന ബാരോമീറ്റർ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഞാൻ വിചാരിക്കുന്നില്ല. വിശ്വാസികളെ തടയില്ല എന്ന് പറഞ്ഞിട്ട് പ്രവർത്തകരെ ഇറക്കിയിട്ട് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് കലാപത്തിന് മുതൽക്കൂട്ടാവുമെന്നല്ല. പക്ഷെ ഞങ്ങളുടെ ദൈവത്തിനെ കണ്ടിട്ടേ മടങ്ങാൻ ഞങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ. അതാരെന്ത് പറഞ്ഞാലും ഈ കൊല്ലാനാണ് അവരുടെ തീരുമാനമെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ. വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടിയല്ലേ. ഇത്രയും പരിപാവനമായിട്ടുള്ള ഒരു സന്നിധിയിൽ, ഞങ്ങളുടെ ഈശ്വര സന്നിധിയിൽ ചോര വീഴ്ത്തിയിട്ടാണ് അവരവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ിൽ നിന്ന് ഞങ്ങൾ സാധാരണ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടം വരെ വന്നത്. ഒരാളും സഹായിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്വന്തം നിലയ്ക്ക് ഇതേപോലെ കറുപ്പണിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. നിലയ്ക്കലിൽ നിന്ന് ഞങ്ങൾ ഇവരുടെ KSRTC ബസ്സിലാണ്
ഗവൺമെൻറ് KSRTC ബസ്സിലാണ് ഞങ്ങൾ വന്നത്. അവിടെ ഒന്നും ഞങ്ങളെ ആരും തടയുകയോ പ്രതിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതേപോലെയാണ് ഞങ്ങൾ വന്നത്. വെല്ലുവിളി ഒരിക്കലും പോലീസല്ല, ഞങ്ങളെ തടയുന്ന ആൾക്കാർ തന്നെയാണ് വെല്ലുവിളി. പക്ഷേ അവരെ മാറ്റിയിട്ട് ഞങ്ങളെ കയറ്റാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് ഞാൻ എൻ്റെ ഈശ്വരനിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പോലീസിലോ അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളെ തടയുന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ സർക്കാരിലോ അതിലുപരി ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ഈ 103 ദിവസത്തോളം ഒരു തടസ്സവും ഇല്ലാതെ എന്നെ വ്രതം തുടരാൻ വേണ്ടി സമ്മതിച്ച എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മാലയിട്ട് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ കൊലവിളികളാണ്. കൊല്ലും, വെട്ടിക്കീറും, ചവിട്ടി കൊല്ലും എന്നൊക്കെ ഒരുപാട് അതൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ 1000-1 പ്രതിഷേധം ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയും അത് കാണിച്ചിട്ട് പേടിപ്പിച്ച് തിരിച്ചയക്കാനാണെങ്കിൽ ഞാൻ തിരിച്ചു പോകാൻ എന്തായാലും ഞാൻ തയ്യാറല്ല. അനീഷ സ്ഥലത്തുണ്ട്. അനീഷ, എന്തെങ്കിലും മാറ്റം യുവതികളുടെ തീരുമാനത്തിലുണ്ടോ? പോലീസ് നിലപാടിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ? നിലവിലെ സ്ഥിതി എന്താണ്? നീലിമലയിൽ യുവതികളെ തടഞ്ഞിരിക്കുന്നു. സുരക്ഷ നൽകാനാകില്ലെന്ന നിലപാടിൽ പോലീസ് നിൽക്കുന്നു. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സന്നിധാനത്തേക്ക് പോകാതെ തിരിച്ചു പോകില്ല എന്ന നിലപാടിലാണ് സ്ത്രീകളുള്ളത്. പ്രതിഷേധക്കാർ കൂടി വരുന്നു. യുവതികളിൽ ഒരാൾ കണ്ണൂർ സ്വദേശി രേഷ്മയാണ്. രേഷ്മ 100 ദിവസത്തിലധികമായി വ്രതത്തിലാണ്, ഈശ്വരവിശ്വാസിയാണ് എന്ന് രേഷ്മ ആവർത്തിച്ച് പറയുന്നു. സന്നിധാനത്തെത്തിയ ശേഷം മാത്രമേ നാട്ടിലേക്ക് മടങ്ങൂവെന്നും രേഷ്മ നിഷാന്ത് പറയുന്നു. എന്നാൽ ഇവർക്ക് സുരക്ഷയൊരുക്കാനും സന്നിധാനത്തെത്തിക്കാനും ആകില്ല എന്ന നിലപാടിൽ പോലീസുണ്ട്. ഇപ്പോഴും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ തിരിച്ചിറക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. സന്നിധാനത്ത് നിന്ന് കിരൺ ബാബു ചേരുന്നു. കിരൺ, സന്നിധാനത്തെ അവസ്ഥ എന്താണ്? നീലിമലയിലുള്ള പ്രശ്നങ്ങൾ, പ്രതിഷേധങ്ങൾ സന്നിധാനത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടോ? ധന്യ, സന്നിധാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് ജാഗ്രതയുണ്ട്. ഏതാനും ചില പ്രവർത്തകർ നടപ്പന്തലിന്റെ മുന്നിലായിട്ടുള്ള ഭാഗത്ത് സംഭരിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ കുറഞ്ഞ പ്രവർത്തകർ മാത്രമാണ് ഉള്ളത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ നാമജപ പ്രതിഷേധമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ രൂപപ്പെട്ടിട്ടില്ല. അങ്ങനെ വലിയ ആൾക്കൂട്ടമോ പ്രതിഷേധക്കാരുടെ ഇടയിൽ നിന്ന് രൂപപ്പെട്ടിട്ടില്ല. സന്നിധാനത്ത് എല്ലാ ഭക്തർ വരികയും ദർശനം നടത്തുകയും എല്ലാം സുഗമമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവിടെ നിന്ന് നീലിമലയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ സാധ്യത കുറവാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇവിടുത്തെ പോലീസും മറ്റ് പ്രതിഷേധക്കാരും അടക്കമുള്ളവരുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിലേക്ക് ഒരു ജാഗ്രതയിലേക്ക് പോയിട്ടില്ല. പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വെളുപ്പിനെ ഇത് അറിഞ്ഞ സമയം മുതൽ നേരിയ തോതിൽ ജാഗ്രത അവർ പുലർത്തുന്നുണ്ട്. സന്നിധാനത്ത് ബാക്കിയുള്ള ഭക്തർക്കുകയും അവിടെ ദർശനം നടത്തുകയും ബാക്കിയെല്ലാം സുഗമമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കിരൺ, കൂടുതൽ പോലീസിനെ സന്നിധാനത്ത് എത്തിച്ചിട്ടുണ്ടോ? കാരണം ഇവർ തിരിച്ചു പോകില്ല എന്നാണ് പറയുന്നത്. എന്നാൽ പോലീസിന് മുകളിൽ വരെ സുരക്ഷ നൽകാനാകില്ല എന്ന് പോലീസും പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ പോലീസിനെ സന്നിധാനത്ത് വിന്യസിച്ചിട്ടുണ്ടോ? സന്നിധാനത്ത് നേരത്തെ മകരജ്യോതിക്ക് വേണ്ടി വന്ന പോലീസുകാരിൽ വലിയൊരു ഭാഗത്ത് മടങ്ങിപ്പോയിട്ടില്ല. അവരെല്ലാവരെയും 20-ാം തീയതി വരെ നേരത്തെ അവർക്ക് ഡ്യൂട്ടി നൽകിയിരുന്ന പലർക്കും 20-ാം തീയതി വരെ ഡ്യൂട്ടി നൽകുകയായിരുന്നു. 20-ാം തീയതി വരെ 20-ന് രാവിലെയാണ് അടയ്ക്കുന്നത്. അതുകൊണ്ട് അതുവരെ തന്നെ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് സന്നിധാനത്തെ സംബന്ധിച്ച് ആവശ്യത്തിനുള്ള പോലീസുകാർ സന്നിധാനത്തുണ്ട്. പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് വലിയൊരു അത്രത്തോളം പ്രതിഷേധക്കാർ സന്നിധാനത്ത് കുറവാണെന്നാണ് വിലയിരുത്തുന്നത്. സാധാരണഗതിയിൽ പ്രതിഷേധക്കാർ വൈകുന്നേരം ഹരിവരാത്രിന് മുമ്പായി നാമജപം നടത്താറുണ്ട്. ഈ നാമജപത്തിലേക്ക് പ്രതിഷേധക്കാർ തുടങ്ങുന്ന നാമജപത്തിലേക്ക് സ്വാഭാവികമായും അവിടെ എത്തുന്ന അയ്യപ്പന്മാരടക്കം കൂടാറുണ്ട്. എന്നാൽ ഇന്നലെ നടത്തിയ നാമജപത്തിൽ 100-ൽ താഴെ അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രതിഷേധക്കാരും അതോടൊപ്പം തന്നെ അവിടെ കൂടിയ അയ്യപ്പന്മാരും അടക്കം 100-ൽ താഴെ അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു ഭാവവും മകരവിളക്ക് കഴിഞ്ഞുകൂടെ മടങ്ങിപ്പോയി വരുന്ന നിലയത്തിലാണ് പോലീസും ഉള്ളത്. അതുകൊണ്ട് ഈ സന്നിധാനത്ത് അങ്ങനെ ഒരു വലിയ തോതിലുള്ള പ്രതിഷേധം വരാനുള്ള സാധ്യത പോലീസ് കാണുന്നില്ല. സന്നിധാനത്ത് വരെ അവർ എത്താനുള്ള സാധ്യതയും നിലവിൽ പോലീസ് കാണുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിനാവശ്യമായ പോലീസുകാർ സന്നിധാനത്ത് തന്നെ ഇപ്പോൾ കിരൺ, അതുപോലെ വലിയ നടപ്പന്തലിലായിരുന്നു കഴിഞ്ഞ തവണയൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നത്. ആളുകൾ തമ്പടിച്ചിരുന്നതും പ്രതിഷേധക്കാരും ഭക്തരും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലം, കൂടുതലായി കൂട്ടം കൂടി നിന്നിരുന്ന സ്ഥലങ്ങളൊക്കെ ഇതാണ്. ഇവിടെയൊക്കെ പ്രത്യേക നിരീക്ഷണത്തിലാണോ പോലീസ്? അവിടെയെല്ലാം ഇപ്പോൾ പ്രത്യേക നിരീക്ഷണത്തിലാണ്. സാധാരണഗതിയിൽ
നടപ്പന്തൽ കാണുന്ന ഒന്നോ രണ്ടോ പോലീസുകാർക്ക് അപ്പുറം ഇടയ്ക്ക് പോലീസുകാരാണ് കാണുന്നത്. അതിനപ്പുറത്തേക്ക് രണ്ട് ഭാഗത്തേക്ക് കൂടുതൽ പോലീസുകാർ എത്തിയിട്ടുണ്ട്. അവർ ജാഗ്രതയിലാണ്. ഈ വിവരം അറിഞ്ഞ സമയം മുതൽ തന്നെ പോലീസുകാർ ജാഗ്രതയിലാണ്. നിലവിൽ എവിടെയെങ്കിലും പ്രതിഷേധക്കാർ കൂട്ടത്തോടെ കമ്പടിച്ചിട്ടില്ല. ഏതാനും ചില പ്രതിഷേധക്കാർ ഈ റോഡിന്റെ ഒരു വശത്തായി നിൽപ്പുണ്ട്. അവരും പ്രതിഷേധ പരിപാടികളിലേക്കൊന്നും നീങ്ങിയിട്ടില്ല. അവർ ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ തന്നെ ചിതറുമാറി ഏതെങ്കിലും ഒരു കൂട്ടമായിട്ടല്ല നിൽക്കുന്നത്. പക്ഷെ അവർ ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള ആളുകൾ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് വലിയൊരു പ്രതിഷേധം ആളുകൾ നിലവിലില്ല. ചിലപ്പോൾ അങ്ങനെ ഇവിടുന്ന് താഴെ നിന്ന് ഇവർ മുകളിലേക്ക് വരുന്നു എന്നറിഞ്ഞാൽ സ്വാഭാവികമായി പ്രതിഷേധക്കാരുടെ സാന്നിധ്യം സന്നിധാനത്തുണ്ട്. അവർ കൂട്ടമായി വരാനുള്ള സാധ്യതയുണ്ട്. മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഷേധക്കാരും ഇവിടേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഏകദേശം 2 മണിക്കൂർ മുമ്പ് നമ്മൾ വിവരം അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉയർന്ന ഭാഗത്തു നിന്നുള്ള സ്ഥലത്തേക്ക് എത്താനുള്ള സാധ്യതയും പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. നിലവിൽ കിരൺ, ഈ യുവതികൾ പറയുന്നത് പിന്തിരിയാൻ യാതൊരു ഉദ്ദേശവുമില്ല, സന്നിധാനത്ത് എത്തിയേ മതിയാകൂ, എങ്കിൽ മാത്രമേ തിരിച്ചു പോകൂ എന്ന രീതിയിലാണ്. അങ്ങനെയെങ്കിൽ ഒരു വലിയൊരു പ്രതിഷേധത്തിലേക്ക്, ഒരു സംഘർഷത്തിലേക്ക്, അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ടോ? അതിന്റെ സാധ്യതകൾ പൂർണ്ണമായും നമുക്ക് ഇപ്പോൾ വിലയിരുത്താനാവില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ സ്ത്രീകൾ കയറുമ്പോൾ തന്നെ ആദ്യം പ്രതിഷേധക്കാർ 5-6 പ്രതിഷേധക്കാർ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് പോലീസ് പറഞ്ഞത് പിന്നീട് ഉണ്ടാകുന്ന പ്രതിഷേധക്കാരുടെ എണ്ണം കൂടാനും വഴിയിലുണ്ടാകുന്ന മറ്റ് പ്രതിഷേധങ്ങളുമെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് തടഞ്ഞത്. അതിനുശേഷം സ്വാഭാവികമായും ഈ വാർത്ത പുറത്തു വന്നതോടെ പെട്ടെന്ന് തന്നെ സന്നിധാനത്ത് അടക്കമുള്ളവർ പക്കലേക്ക് ഈ വാർത്തയെത്തി, സ്ത്രീകൾ എത്തുമെന്നുള്ള വാർത്തയെത്തി. അതിനുശേഷമാണ് പിന്നീട് ആ നീലിമലയിലേക്ക് തന്നെ കൂടുതൽ പ്രതിഷേധക്കാർ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയത്. സന്നിധാനത്തും അങ്ങനെ അവർ നീലിമലയിൽ നിന്ന് വീണ്ടും മല കയറാൻ തീരുമാനിച്ചതുകൊണ്ടാൽ സ്വാഭാവികമായും സന്നിധാനത്തിൽ അവിടെയുള്ള പ്രതിഷേധക്കാരും മുകളിലേക്ക് കയറും. അതോടൊപ്പം തന്നെ സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രതിഷേധക്കാരുണ്ട്. അവരുമെല്ലാം യോജിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മുൻ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ അങ്ങനെ ഒരു വലിയ സാന്നിധ്യം, പ്രതിഷേധക്കാരുടെ വലിയ സാന്നിധ്യം ഇവിടെ കുറഞ്ഞു എന്നാണ് പോലീസിന്റെ അല്പനേരം മുമ്പും പോലീസുമായി സംസാരിച്ചിരുന്നു. അപ്പോഴും അവർ പറയുന്നത് അവർ ഇവിടെയെല്ലാം ഉണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്, പല കടകളിലടക്കം പ്രതിഷേധക്കാരുണ്ട്. അവരുടെ ജീവനക്കാരായ അടക്കം പ്രതിഷേധക്കാർ നേരത്തെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അത്തരം ആളുകൾ ഇവിടെയുണ്ട്. അവരെല്ലാം ഒത്തുകൂടാനും പ്രതിഷേധം ഉയർത്താനുമുള്ള സാധ്യതയുണ്ട്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന അളവിൽ അല്ലെങ്കിൽ അത്രയോളം പ്രതിഷേധക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. ശരി, ഇപ്പോൾ അറസ്റ്റും നടക്കുന്നുണ്ട് കിരൺ. താഴെ 5 പേരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. കിരണിലേക്ക് തിരിച്ചെത്താം. അനീഷ് ചേരുന്നു. അനീഷ്, നിലവിൽ അവസ്ഥ എന്താണ്? പിന്മാറാൻ ഇവർ തയ്യാറാണോ? ധന്യ, 2 കൂട്ടരും നിലപാടിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ഒരു വശത്ത് പ്രതിഷേധക്കാർ ശരണം വിളികളും ഗ്രൂപ്പാറ്റ് വിളികളും മുദ്രാവാക്യം വിളികളുമായി നിൽക്കുന്നു. മറുവശത്ത് ഈ 2 യുവതികളും അവരോടൊപ്പം എത്തിയ 2 യുവാക്കളും നീലിമല വാട്ടർ ടാങ്കിന് സമീപം ഇരിക്കുകയാണ്. അവർ എന്തായാലും മടങ്ങില്ല എന്ന ഉറച്ച നിലപാടിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. എന്നാൽ പോലീസ് ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ ഒത്തുതീർപ്പ് ചർച്ചകളുമായി മുന്നോട്ട് നീങ്ങുന്നു. പിന്മാറണം എന്ന നിർദ്ദേശം തന്നെയാണ് ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു വലിയ അളവ് പ്രതിഷേധക്കാർ ഇല്ല. പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്ക് പ്രതിഷേധം എന്തായാലും നിലവിൽ നടക്കുന്നില്ല. അവർ ശരണവിളികളുമായി ഒരു വശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. പലവട്ടം പോലീസ് പിന്മാറണമെന്ന ആവശ്യം ഈ യുവതികളോട് മുന്നോട്ട് വെച്ചു. പ്രത്യേകമായി സുരക്ഷ നൽകി നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ല, സന്നിധാനത്ത് തിരക്ക് ഏറിയ സാഹചര്യമാണ്, ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്ന സന്ദേശം തന്നെയാണ് പോലീസ് ആവർത്തിച്ച് ഇവരോട് പങ്കുവയ്ക്കുന്നത്. എന്നാൽ പോവാൻ തയ്യാറല്ലെന്ന ഒരു നിലപാടിലേക്ക് ഇരുവരും ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പോലീസ് ഇപ്പോഴും അവരോട് വീണ്ടും അഭ്യർത്ഥിക്കുന്നത് നമുക്ക് കാണാം. തീരുമാനം ഒന്നും ആയിട്ടില്ല. ഒരുപക്ഷെ അടുത്ത 7 മിനിറ്റുകളിൽ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നോ തൽക്കാലത്തേക്ക് ബോംബെയിലേക്ക് മാറ്റുന്നോ ഒക്കെ ഉള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന നിലവിൽ ഒരു തരത്തിലുള്ള മാറ്റം ഇരുവരുടെയും നിലപാടിൽ ഇല്ല. തന്നെയാണ് അനീഷ്, കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഇവരെ എങ്ങനെയെങ്കിലും, നേരത്തെ നമുക്കറിയാം പലരെയും പമ്പയിൽ നിന്ന് കഴിഞ്ഞ തവണയൊക്കെ മൻദി സംഘം എത്തിയപ്പോഴും പല ചർച്ചകൾ നടത്തിയിട്ടും ഇവർ പോകാൻ ഒരുങ്ങിയപ്പോൾ പ്രതിഷേധക്കാരാണ് അവരെ ഓടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവരെ അക്ഷരാർത്ഥത്തിൽ ഓടിക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് നീലിമല പോകാൻ, അല്ലെങ്കിൽ നിലവിലെ അവസ്ഥ മാറാൻ സാധ്യതയുണ്ട്? ധന്യ, പോലീസുകാരുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ
നീക്കം ചെയ്യും എന്നത് കണക്കുകൂട്ടാനാവില്ല. എന്നാൽ ഇവരെ നീക്കം ചെയ്ത ശേഷം സുരക്ഷ നൽകി യുവതികളെ സന്നിധാനത്തേക്ക് കൊണ്ടുപോകും എന്നും കരുതാൻ കഴിയില്ല. കാരണം അസന്നിഗ്ധമായി തന്നെ പോലീസ് ഇക്കാര്യം യുവതികളെ അറിയിക്കുന്നു. പ്രത്യേക സുരക്ഷ നൽകി നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങളുടെ സുരക്ഷയുടെ ഉത്തരവാദിത്വം ഇത്തരമൊരു ഘട്ടത്തിൽ ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചത്. എന്നാൽ പ്രതിഷേധക്കാരെ കൂടുതൽ സംഘടിപ്പിക്കുന്നതിനായി പോലീസ് തങ്ങളെ മനഃപൂർവ്വം ഇവിടെ വൈകിക്കുന്നു അടക്കമുള്ള ആരോപണങ്ങളും നേരത്തെ രണ്ടു യുവതികളും പങ്കുവച്ചിരുന്നു. ഈ രണ്ട് വാർഡുമുഖങ്ങളിലും പോലീസും യുവതികളും ഉറച്ചു നിൽക്കുന്നു. എന്നാൽ മറുവശത്ത് പ്രതിഷേധക്കാരും ഉറച്ചു നിൽക്കുന്നു. ഒരു ഒത്തുതീർപ്പ് പൂമില ഇനിയും ഉരുത്തിരിഞ്ഞിട്ടില്ല. ഇപ്പോഴും യുവതികളുമായി പോലീസ് ആശയവിനിമയം തുടരുന്നുണ്ട്. അവരുടെ കൂടെയുള്ളവരുമായി ആശയവിനിമയം തുടരുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും ഇപ്പോൾ ഒരേ സ്ഥലത്ത് വന്നിരുന്ന് അടുത്തടുത്ത് ചേർന്ന് വിശ്രമിക്കുന്ന അല്ലെങ്കിൽ അവിടെ തന്നെ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അതെ അനീഷ്, യുവതികൾ തന്നെ പറഞ്ഞിരുന്നു പോലീസ് സുരക്ഷ ഉറപ്പ് നൽകിയത് കൊണ്ട് മാത്രമാണ് വന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പോലീസ് ചെയ്യുന്നത് അതിന് വിപരീതമായാണ്. യാതൊരു സുരക്ഷയും നൽകാൻ സാധിക്കില്ല. നീലിമല എത്തിയതിനു ശേഷമാണ് പോലീസ് ഇവരോട് സുരക്ഷ നൽകാനാകില്ല, പ്രതിഷേധക്കാരുണ്ടാകും എന്ന രീതിയിൽ സംസാരിക്കുന്നത്. സ്ത്രീകളുടെ വാക്കുകളോട് പോലീസിൽ വിശ്വസിച്ചാണ് വന്നത് എന്ന വാക്കുകളോട് പോലീസിന്റെ പ്രതികരണം എന്താണ്? തീർച്ചയായും പോലീസ് ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നൽകുന്നില്ല. ഇവർ ചില ചർച്ചകൾ യുവതികളുമായി നടത്തുന്നതും നിലവിലെ സ്ഥിതിഗതികൾ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം പോലീസ് കാര്യത്തിൽ ഒരു പരിധിവരെ നിസ്സഹായരാണ്. കാരണം നീലിമലയിൽ നിന്ന് വേണമെങ്കിൽ ഇവർക്ക് ഈ യുവതികളെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോകാം. എന്നാൽ അതിനുശേഷം എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇതിനുശേഷം മരക്കോട്ടത്ത് വീണ്ടും പ്രതിഷേധമുണ്ടാവാം, ശരണപാതയിൽ ഉടനീളം പ്രതിഷേധമുണ്ടാവാം, നടപ്പന്തലിൽ പ്രതിഷേധമുണ്ടാവാം. ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെ നിയന്ത്രിക്കും എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പദ്ധതി പോലീസിന്റെ പക്കൽ ഇപ്പോൾ ഇല്ല. കാരണം ഇവിടെ വെച്ച് പിന്നെയും അല്പസ്ഥലത്ത് സംഘർഷമുണ്ടായാലും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാം. മതിയായ പോലീസ് സന്നാഹമൊക്കെ താഴെയുണ്ടെന്നാൽ സന്നിധാനത്ത് ഒരു അസാരസ്യമുണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക എന്ന് തന്നെയാണ് പോലീസിന്റെ നിലപാട്. നമുക്കറിയാം ആദ്യം രഹന ഫാത്തിമ അടക്കം എത്തിയപ്പോൾ പോലും നടപ്പന്തലിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടായപ്പോൾ അവരെ തിരിച്ചയക്കുന്ന രീതിയിലേക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് പ്രതിഷേധക്കാരുമായി സംവദിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയിരുന്നു. പിന്നീട് പമ്പയിൽ യുവതികളെ പ്രതിഷേധക്കാർ തടഞ്ഞപ്പോൾ അവിടെ നിന്നും ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയെങ്കിലും പിന്നീട് മനീതി സംഘത്തിന് പമ്പയിൽ നിന്നും മടങ്ങിപ്പോകേണ്ടി വന്നു. പിന്നീട് ഒരു പടി കൂടി കടന്ന് കനകദുർഗയ്ക്കും ബിന്ദുവിനുമൊക്കെ സന്നിധാനത്തേക്ക് പോകുന്നതിനുള്ള സുരക്ഷ പോലീസ് നൽകി. ആദ്യഘട്ടത്തിൽ അപ്പാച്ചി മേഖലയിലും മറ്റും കടുത്ത എതിർപ്പുണ്ടായെങ്കിലും ഇത് അവഗണിച്ച് പ്രതിഷേധക്കാരെ മാറ്റിയ ശേഷം സന്നിധാനത്തേക്ക് ഇവരുമായി പോലീസ് പോകുകയുണ്ടായി. എന്നാൽ മരക്കൂട്ടം കഴിഞ്ഞ ചന്ദ്രാനന്ദ റോഡിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഈ യുവതികൾക്ക് നേരെ പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നും ഭക്തരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത്തരമൊരു ഘട്ടത്തിൽ ആ ശ്രമവും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതായത് തുടർച്ചയായി നടത്തിയ പല ശ്രമങ്ങളും ഇത്തരത്തിൽ സുരക്ഷിതമായി സ്ത്രീകളെ സന്നിധാനത്ത് ദർശനം നടത്തിക്കുക എന്ന കൃത്യം, അതായത് സ്ത്രീകൾ സുരക്ഷ ആവശ്യപ്പെട്ട ശേഷമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും സുരക്ഷിതമായി ദർശനം നടത്തിക്കുക എന്ന ലക്ഷ്യം ഒരു ഘട്ടത്തിലും പോലീസിന് കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞില്ല. സുരക്ഷ നൽകിയെന്ന് കോടതിയുമായി അറിയിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. എന്നാൽ വലിയ ആളും അനക്കവും ആരവമില്ലാതെ വന്ന സ്ത്രീകൾക്ക് സന്നിധാനത്ത് സുരക്ഷിതമായ ദർശനം കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്യാൻ കഴിഞ്ഞു. ഇത്തരം രണ്ട് സാഹചര്യങ്ങളാണ്. രണ്ടും രണ്ട് തരത്തിലാണ്. ഒന്ന് പരസ്യമായി വരുന്നവർ അല്ലെങ്കിൽ പരസ്യമായി വിവരം അറിയുന്നവരെ പ്രതിഷേധക്കാർ സന്നിധാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രതിഷേധിച്ച് തടഞ്ഞ് തിരിച്ചയക്കുന്നു. മറ്റൊന്ന് രഹസ്യമായി പോലീസിനെ മാത്രം അറിയിച്ച് മറ്റു മാധ്യമങ്ങളോ മറ്റു ഭക്തരോ ഒന്നും അറിയാതെ എത്തുന്നവർക്ക് തികച്ചും സുരക്ഷിതമായ സന്ദർശനം നടത്തി അയ്യപ്പനെ ദർശിച്ച് മടങ്ങി പോകുന്നതിനുള്ള അവസരം ഒരുങ്ങുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളാണ് ശബരിമലയിൽ ഈ സീസണിൽ നടന്നിരുന്നത്. നമുക്കറിയാം ആദ്യഘട്ടം മുതൽ പരസ്യമായി പറഞ്ഞ് അറിയിച്ച് വന്നവർക്ക് അല്ലെങ്കിൽ ഈ മറ്റുള്ളവരിലേക്ക് വിവരങ്ങൾ ചോർന്നെത്തിയവർക്ക് സുരക്ഷിതമായി ഈ ഒരു ഘട്ടത്തിലും സന്നിധാനത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. എന്തായാലും നിലവിലെ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇവരുടെ മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമാണ്. അവർ മുന്നോട്ട് പോവുക തികച്ചും അസാധ്യം എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ പറയാം. ധന്യവാദം. ശരി അനീഷ്, നീലിമലയിലാണ് ഇപ്പോൾ യുവതികളെ തടഞ്ഞിരിക്കുന്നത്. ദർശനത്തിനെത്തിയ 2 സ്ത്രീകളെയാണ് നീലിമലയിൽ തടഞ്ഞിരിക്കുന്നത്. സന്നിധാനത്തേക്ക് കടത്തിവിടില്ല എന്ന് പ്രതിഷേധക്കാർ പറയുന്നു. എന്നാൽ സന്നിധാനത്ത് പോയതിനു ശേഷം മാത്രമേ തിരിച്ചു പോകൂ എന്ന നിലപാടിലാണ് സ്ത്രീകളുള്ളത്. സുരക്ഷയൊരുക്കി സ്ത്രീകളെ സന്നിധാനത്ത് എത്തിക്കാൻ
ആകില്ലെന്ന നിലപാടെടുത്തിരിക്കുന്നു. പോലീസ് ശരണം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പ്രതിഷേധക്കാർ നേരത്തെ 4:30 5 പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്ഥലത്തു നിന്ന് നീക്കിയിരുന്നു. കൂടുതൽ പ്രതിഷേധക്കാർ ഇതിനുശേഷം അവിടെ എത്തുകയും ഇപ്പോഴും ശരണം വിളിയുമായി ഇവർ പ്രതിഷേധിക്കുകയാണ്. 100 ദിവസത്തിലധികമായി നോമ്പ് നോറ്റ് വ്രതമനുഷ്ഠിച്ചാണ് രേഷ്മ ശബരിമലയിലേക്ക് വന്നിരിക്കുന്നത്. രേഷ്മയ്ക്കൊപ്പം മറ്റൊരു യുവതി കൂടി എത്തിയിരിക്കുന്നു. എന്നാൽ കയറാനാകില്ല, കയറ്റിവിടില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് പോലീസ്. ഇവർക്ക് സുരക്ഷ നൽകാൻ സാധിക്കില്ല എന്ന തീരുമാനത്തിലാണ് നിലവിൽ പോലീസുള്ളത്. പ്രതിഷേധക്കാർ കൂടിക്കൂടി വരികയാണ് നീലിമലയിൽ. എന്നാൽ സന്നിധാനത്തെ ഇത് ബാധിച്ചിട്ടില്ല. സന്നിധാനത്ത് ഭക്തർ ദർശനം നടത്തുന്നുണ്ട്. വലിയ പ്രശ്നങ്ങൾ ഒന്നും സന്നിധാനത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇവർ കയറുമോ എന്ന ആശങ്കയിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കിയതൊഴിച്ചാൽ സന്നിധാനത്തെ ഇത് കൂടുതലായി ബാധിച്ചിട്ടില്ല. നീലിമലയിലാണ് നിലവിൽ യുവതികൾ ഉള്ളത്. 2 യുവതികളും ഒപ്പം പുരുഷന്മാരും നീലിമലയിലുണ്ട്. ഇവരെ തടഞ്ഞു വച്ചിരിക്കുന്നു. ബാരിക്കേഡുകൾ നിരത്തിയാണ് പോലീസ് ഇവരെ പ്രതിഷേധക്കാരിൽ നിന്ന് സംരക്ഷണം നൽകുന്നത്. നീലിമലയിൽ യുവതികളെ തടഞ്ഞിരിക്കുന്നു.